അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശേൻ്റെ റെസിപ്പി ഇന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ നമ്മളെ ഡേ 3 ആണല്ലോ ക്ലീനിങ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ദോശ റെസിപ്പി കാണിക്കാം. 3/4 കപ്പ് അളവിൽ നമ്മൾ ഉഴുന്നെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ ചെറുപയറും 1/4 കപ്പ് അളവിൽ മുതിര എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുതിര ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വമ്പയർ എന്താണെങ്കിലും കടല ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ ഇതിൽ. അപ്പോൾ ഞാൻ മുതിര മാത്രമേ ചേർത്തിട്ടുള്ളൂ, ചെറുപയറും. പിന്നെ 2 കപ്പ് അളവിൽ നമ്മൾ മുത്താറിയും കൂടെ, മുഴുവൻ മുത്താറിയാണ്, പൊടിക്കാത്ത മുത്താറിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുതിരാൻ വേണ്ടി വെക്കാം. ഞാൻ തലേ ദിവസം ഒരു 10 മണിയൊക്കെ ആയ സമയത്താണ് ഇത് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് സാമ്പാറും തലേ ദിവസം തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ഒരു ഏകദേശം വൈകുന്നേരം 4 മണിയൊക്കെ ആയ സമയത്ത് ഇതേപോലെ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അരച്ചെടുക്കണം. മിക്സീൻ്റെ ജാറിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒട്ടും തരിയില്ലാതെ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കുമല്ലോ, അതേപോലെ തന്നെ ഒട്ടും തരിയില്ലാതെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഇഡ്ഡലിക്ക് കുറച്ച് തരി വെച്ചിട്ടാണല്ലോ അരക്കുക. പക്ഷേ ഇത് നമ്മൾ മുഴുവൻ മുത്താറിയാണ്, അതിൻ്റെ തോൽ എന്തായാലും ഇങ്ങനെ കിടക്കൂട്ട് ചെറുതായിട്ട്. എന്നാലും അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം വെള്ളത്തിലിട്ട് നന്നായി അരക്കുകയാണെങ്കിൽ കണ്ടോ നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ മുഴുവനും അരച്ചെടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇതെടുക്കുന്നത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അത്യാവശ്യം ചൂടുള്ള സമയമാണല്ലോ, നമുക്ക് തണുപ്പൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചൂട് വെള്ളമൊന്നും അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും നന്നായി ഇതാ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ സാമ്പാർ, അതുപോലെ തക്കാളി ചട്നി, ഉള്ളി ചട്നി, തേങ്ങാ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാം. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. സാധാരണ നമ്മൾ ഉഴുന്നും അരിയൊക്കെ വെച്ച് ദോശ ചുടുമല്ലോ, ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ദോശ കിട്ടുന്നത്. എന്നാലും ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും അരി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ലോ കാർബോഹൈഡ്രേറ്റാണ് ശരിക്കും ഇതിലുള്ളത് കേട്ടോ. നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ഇത്. പിന്നെ മുത്താറി, പയറൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നന്നായിട്ട് പ്രോട്ടീന് അവർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് നെയ്യൊക്കെ ചേർത്ത് ഇങ്ങനെ ചുട്ട് കൊടുക്കുന്നുണ്ട്. ഷബാസിനും ഫിദക്കും നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുകയും ചെയ്തു. ഇതിൻ്റെ കൂടെ ഞാൻ സാമ്പാറായിരുന്നു തയ്യാറാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു ദോശ ചുടുമ്പോൾ. അപ്പോൾ ഏത് കഴിക്കാത്തവരും കഴിക്കും എന്നുള്ളത് തീർച്ചയാണ്. സാധാരണ അരിയിലും ഇതേപോലെ നമ്മൾ ചെറുപയർ, മുതിര, കടല ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചുടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മുത്താറിയിൽ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല അടിപൊളി ദോശ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണം. ഞാൻ എന്നും പറയും കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണമെന്ന്. ആരും കമൻറ്റിലൂടെ ഒന്നും പറയാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ, ഉപകാരപ്പെടുന്നില്ലേ എന്നൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കമൻറ്റെങ്കിലും ഇടാൻ വേണ്ടി നോക്കുക കേട്ടോ. നിങ്ങളെ അഭിപ്രായമാണല്ലോ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ ഉള്ള ഒരു പ്രചോദനം. അപ്പോൾ ചെറിയൊരു കമൻറ്റെങ്കിലും ഇടാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇനി അടുത്തത് ക്ലീനിങ് ആണ് കേട്ടോ. നമ്മളെ ഇന്നത്തെ ഡേ 3 ആണ്, ഡൈനിങ് ഹാൾ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മാറാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിയെടുക്കുക. ഫുള്ളായിട്ട് തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ടി വി സ്റ്റാൻഡ് മൊത്തം, ടി വി സ്റ്റാൻഡിലല്ല, താഴെ എന്താ പറയുക, ഹോം തിയേറ്ററൊക്കെ ഉണ്ടല്ലോ, ആ സ്റ്റാൻഡ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത്, ഈ കറണ്ട് വരുന്ന ഭാഗമൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നനഞ്ഞ് തുണി എടുക്കരുത് കേട്ടോ. എപ്പോഴും ഉണങ്ങിയ, നനവില്ലാതെ വേണം നമ്മളത് അമർത്തി
തുടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടും. ഒട്ടും നനവില്ലാത്ത തുണി എടുത്തിട്ട് വേണം നമ്മൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപകടമാണ്, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളതിൽ അവിടെ ഒരു വലിപ്പുണ്ട് കേട്ടോ. സാധാരണ അതിലിട്ട് വെക്കുന്നത് ചാവിയാണ് കേട്ടോ, വണ്ടീൻ്റെ ഒക്കെ ചാവിയാണ്. പക്ഷേ എല്ലാ വേസ്റ്റും അതിലുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇങ്ങനെയാണോ എനിക്കറിയില്ല കേട്ടോ. ഇവിടെ അങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും അത് അതിൽ കൊണ്ടുപോയിട്ടിട്ട് അങ്ങ് അടച്ചിടും കേട്ടോ. പിന്നെ ആരും കാണുമല്ലോ. പിന്നെ ഗുളിക കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ അവിടെ വെക്കുന്ന സാധനങ്ങൾ മാത്രം വെക്കുകയാണ്. പിന്നെ ഒരു പേന ഞാൻ എപ്പോഴും അതിൽ വെക്കലുണ്ട്. അത്യാവശ്യം പെട്ടെന്നൊരു പേന നോക്കിയിട്ടുണ്ടെങ്കിൽ കാണൂല. പിന്നെ നമ്മൾ മഗ്‌രിബിൻ്റെ സമയത്ത് കത്തിച്ച് വെക്കുന്ന ചന്ദനത്തിരി അങ്ങനെ സംഭവമൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗുളികയൊക്കെ വെക്കുന്ന ഡപ്പന്നെ വേറെയാണ്, പക്ഷെ അവിടെ ഗുളികയൊക്കെ അവിടെയും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ട സ്ഥലത്ത് എടുത്ത് വെക്കുന്നൊരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെ വൃത്തിയാക്കി ഇടുക എന്നുള്ളത്, അതിൽ വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു സ്ഥലത്ത് എന്തെല്ലാം നമുക്ക് വൃത്തിയാക്കാനുണ്ട് അത് മൊത്തത്തിൽ വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കട്ടറും അവിടെയാണ് സ്ഥിരം വെക്കൽ, അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഇട്ടാൽ എവിടെയാണെന്ന് തിരഞ്ഞ് നടക്കേണ്ടി വരും. അപ്പോൾ ആ കട്ടർ, അതുപോലെ വണ്ടീൻ്റെ ചാവി, വീടിൻ്റെ ചാവി, അങ്ങനത്തെ സംഭവമൊക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു ഓരോ സാധനങ്ങളും വെക്കാൻ നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് എന്താവില്ല, എന്തായാലും ഇതേപോലെ വൃത്തിയേട് ആവാത്ത വീടുണ്ടല്ലോ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും ഇങ്ങനെ വൃത്തിയേട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വൃത്തിയാക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വെക്കാനും ഓരോ സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ക്ലീൻ ആക്കാനും എളുപ്പമാണ്, എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും കേട്ടോ. ഓരോ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും ആ ഭാഗത്ത് നമ്മൾ വെച്ചിരുന്ന ആ സാധനങ്ങൾ അവിടെ തന്നെ പൊടിയൊക്കെ തട്ടി വെക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വലിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് ഭാരമായിരിക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, ഒതുക്കി വെക്കാനൊക്കെ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലവറും മൊമെൻ്റോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് പൊടിയൊക്കെ തട്ടി ആ ഒരു ഗ്ലാസ്സൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കട്ടെ. ഡൈനിങ് ഹാൾ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് എയർ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഈസിയാണ്. ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ടായിരുന്നു ഇതിന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ പറയാണ്, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ എന്തെന്നായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീട് ക്ലീൻ ചെയ്യാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ പ്ലാൻ ചെയ്ത് ക്ലീൻ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. എല്ലാവർക്കും താങ്ക്